എന്റെ വാക്ക് ശ്രദ്ധിക്കുന്ന നിങ്ങളോട് സ്നേഹമുള്ളവരെ, വചനത്തിന്റെ ആദ്യ ഭാഗം ഹൃദയത്തോട് കേൾക്കാം. ഈശോ പറയുന്നത് തന്നെയാണ്, എന്റെ വാക്ക് ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ. ഈശോയോട് പറയുന്ന കാര്യങ്ങൾ ഒരു പുതിയ ധാർമ്മിക വിപ്ലവമാണ്. ചെയ്യരുത് എന്നുള്ളതല്ല, മറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അന്ന് വരെ യഹൂദ സമുദായത്തിലെ ഒരു ഗുരുക്കന്മാരും പറഞ്ഞിട്ടില്ലാത്ത കാര്യം, അന്ന് വരെ അവർ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ധാർമ്മികമായ പുതിയ വിപ്ലവത്തിന് ഈശോ ആഹ്വാനം ചെയ്യുന്നു. ഈശോ പറഞ്ഞത്, എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് ഞാൻ പറയും. യേശുവിനെ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് സാധിക്കും. യേശുവിന് നേരെ ഹൃദയം അടയ്ക്കുകയും കാതുകൾ അവര് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും. ലൂക്കാസുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 46 വചനങ്ങൾ വായിക്കുമ്പോൾ, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനെല്ലാം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്. അവനാണ് യഥാർത്ഥ ശിഷ്യൻ. അതായത് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതായത് വചനം ശ്രമിക്കുന്നവൻ എപ്രകാരമാണ് ജീവിക്കേണ്ടത്,